ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലും അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളിലും ചില യുക്തി വിരുദ്ധമായ കാര്യങ്ങളെങ്കിലും ഇല്ലേ എന്ന ചോദ്യം. സ്വയം യുക്തിവാദികളാണ്, ഞങ്ങളെ തന്നെ വിളിക്കുന്നത് യുക്തിവാദികളാണെന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിക്കാറുള്ളത്. മതത്തിലുള്ളത് പലപ്പോഴും യുക്തിരഹിതമായ വിശ്വാസങ്ങളാണ്, അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളാണ് എന്നതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത്. മതത്തിൽ യുക്തിവിരുദ്ധമായ കാര്യങ്ങളുണ്ടോ? യുക്തിവിരുദ്ധമായ ചില കാര്യങ്ങൾ മതത്തിലുണ്ട് എന്ന് പല ആളുകളും പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ അത് പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പല ആളുകളും മതത്തിൽ യുക്തിവിരുദ്ധതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം യുക്തിവിരുദ്ധമാണ്, ഇന്ന കാര്യം എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല, ഇന്ന ഖുർആനിൻ്റെ ആയത്ത് ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ അതെൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, ഈ ഹദീസ് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതെൻ്റെ യുക്തിയോട് യോജിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല എന്ന് പല ആളുകളും പറയുന്നതിൻ്റെ അടിസ്ഥാനം അവരുടെ കോമൺ സെൻസിന് അത് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അഥവാ പല ആളുകളും യുക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസിനെയാണ്, അഥവാ അവരുടെ സാമാന്യ യുക്തിയെയാണ്. എൻ്റെ സാമാന്യ യുക്തിക്ക് അഥവാ എൻ്റെ കോമൺ സെൻസിന് അനുഗുണമായി അല്ലെങ്കിൽ അതിന് അനുകൂലമായി കൊണ്ടല്ല ഈ കാര്യം കാണുന്നത്, അതുകൊണ്ട് ഞാനതിനെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ അത് യുക്തിരഹിതമാണ് എന്നാണ് പല ആളുകളും പറയാറുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അപ്പോൾ നാം പരിശോധിച്ച് നോക്കുന്നത് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമാന്യ യുക്തി, നമുക്കൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു കാര്യം യുക്തിപരമായി തോന്നുന്നു, യുക്തിരഹിതമായി തോന്നുന്നു എന്നതാണോ ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കേണ്ടത്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ സാമാന്യ യുക്തി എന്ന് പറയുന്നത്, നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റായിരിക്കാം. കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും അബദ്ധത്തിൽ പെട്ടുപോകുന്ന, പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണിത്. എനിക്ക് യുക്തിപരമായി തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും കോമൺ സെൻസിനെയാണ് അവിടെ എടുക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കോമൺ സെൻസ്, നമ്മുടെ സാമാന്യ യുക്തി പലപ്പോഴും തെറ്റായിരിക്കാം.